ഒരു സർക്കാർ ഉടൻ വീഴുമെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം സന്ദർഭങ്ങൾ കാണിക്കുന്നത് ഭരിക്കുന്ന സർക്കാരിൻ്റെ, പ്രത്യേകിച്ചും സഖ്യ സർക്കാരിൻ്റെ വലിയ ദൗർബല്യത്തെയാണ്. കാരണം ഭരിക്കുന്നത് ഒരു സഖ്യ സർക്കാരാണ് എങ്കിൽ പ്രതിപക്ഷം എപ്പോഴും ആ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, സർക്കാർ നിലംപതിക്കാൻ പോവുകയാണെന്ന ഒരു പ്രതീതിയും ഉയർത്തിക്കൊണ്ടിരിക്കും. കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്നതും സമാനമായ കാര്യമാണ്. ആദ്യം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഈ സർക്കാർ ഉടൻ വീഴും എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ചെറിയ പിഴവിൽ തന്നെ മോദി സർക്കാർ വീഴുമെന്ന വിദേശ മാധ്യമങ്ങളോട് സംസാരിക്കവേ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടിരുന്നു. ഇതുമാത്രമല്ല, മോദി ക്യാമ്പിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും നിരവധി പേർ തങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ സൗത്ത് ഏഷ്യ ബ്യൂറോ ചീഫ് ജോൺ റീറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. രാഹുൽ ഗാന്ധി പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം 5 ദിവസം മുൻപ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഇതേ കാര്യം പറഞ്ഞിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ 2 ഉന്നതന്മാർ ഇത്തരത്തിൽ ഉറപ്പിച്ചു പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും വാക്കുകൾ ശരിയാണെന്ന് തന്നെ പലരും കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിലവിലെ സർക്കാർ വീഴാനുള്ള സാഹചര്യമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും വാക്കുകൾ വിശകലനം ചെയ്താൽ തീർച്ചയായും നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. കേന്ദ്രത്തിലെ NDA സർക്കാർ മുൾമുനയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ രാജ്യത്തെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം മാറ്റി നിർത്തിയാൽ അതിനു മുൻപ് സഖ്യ സർക്കാരുകൾ തുടർച്ചയായി 15 വർഷം വിജയകരമായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 1999 രൂപീകരിച്ച അടൽ ബിഹാരി വാജ്പേയി സർക്കാരും 2004-ലും 2009-ലും രൂപീകരിച്ച UPA സർക്കാരും കാലാവധി പൂർത്തിയാക്കിയിരുന്നു. വാസ്തവത്തിൽ കാലം കഴിഞ്ഞതോടെ സഖ്യ സർക്കാരിനെ നിലനിർത്തുവാനുള്ള പല ഫോർമുലകളും വികസിപ്പിച്ചു കഴിഞ്ഞു. 1995 മുതൽ 2000 വരെയുള്ള കാലഘട്ടമല്ല ഇതെന്നുകൂടി മനസ്സിലാക്കണം. ഭരിക്കുന്ന സർക്കാരിനെ രക്ഷിക്കാനും സുപ്രധാന ബില്ലുകൾ പാസാക്കാനും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു വ്യക്തി പോലും വിവേചന നയം സ്വീകരിച്ചിരുന്നു. നേരത്തെ CBI മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് EDയും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. UPA സർക്കാർ വീഴാൻ പോകുമ്പോഴോ ഏതെങ്കിലും സുപ്രധാന ബിൽ പാസാക്കേണ്ട സാഹചര്യം വരുമ്പോഴോ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയെയായിരുന്നു കോൺഗ്രസ് അന്ന് ആശ്രയിച്ചിരുന്നത്. മുലായം സിംഗ് കുടുംബത്തിന്മേലുള്ള കണക്കില്ലാത്ത സ്വത്തുകൾ UPA സർക്കാരിന് ഇക്കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സഖ്യ സർക്കാരിനെ 5 വർഷം പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെ പലരും വിശ്വസിക്കുന്നുണ്ട്. കാരണം ED ഉൾപ്പെടെയുള്ളവർ സർക്കാരിൻ്റെ ആജ്ഞകൾക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ സർക്കാർ 5 വർഷം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NDAയിലെ പല കക്ഷികളും താനുമായി നല്ല ബന്ധത്തിലാണെന്ന് രാഹുൽ ഗാന്ധി ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ചിലർ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ സാധാരണഗതിയിൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ ഈ ഭരണം വീഴുമോ? ഉദാഹരണത്തിന്, ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളിലെയും MPമാർ ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന് ഏതെങ്കിലും ഒരു BJP നേതാവ് പറഞ്ഞാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും? കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ കാലത്ത് കൂറുമാറ്റം നടത്തുന്നത് അത്ര എളുപ്പമല്ല. ഹിമാചലിൽ അത് നമ്മൾ കണ്ടതാണ്. അവിടുത്തെ മുഴുവൻ സംവിധാനവും BJPയുടെ കൈകളിലാണ്. എന്നിട്ടും സുഖു സർക്കാർ സംസ്ഥാനത്ത് നിലനിന്നു. ഡൽഹിയിലും ഇതുതന്നെയാണ് സ്ഥിതി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളും അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കസേരയിൽ കൈവയ്ക്കാൻ ആർക്കും കഴിയുന്നില്ല. പറയാൻ എളുപ്പമാണെങ്കിലും BJPയുടെ ചാണക്യൻ എന്ന് പേരെടുത്ത അമിത്ഷായ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ NDA സഖ്യകക്ഷികളിലെ MPമാരെ ഇന്ത്യ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതി തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 സീറ്റുകളാണ്. BJPക്ക് 240 MPമാരാണുള്ളത്. BJPയുടെ സഖ്യകക്ഷികൾക്ക് 53 MPമാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ 293 ഉണ്ട്. 22 MPമാരെ കുറച്ചാലേ BJP സർക്കാർ വീഴൂ. 14 MPമാരുള്ള TDP, 12 MPമാരുള്ള JDU എന്നിവരുടെ പിന്തുണ പിൻവലിക്കാതെ ഇത് ഒരിക്കലും സാധ്യമല്ല. ഇനി NDA മുന്നണിയിലുള്ള പാർട്ടികളെ പിളർത്തിയാലോ? അതും BJPക്ക് ഗുണം ചെയ്യുമെന്നതിൽ സംശയമില്ല. കാരണം ലോക്സഭാ സ്പീക്കർ BJPയിൽ നിന്നായിരിക്കുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. JDUവും TDPയും പിന്തുണ പിൻവലിച്ചാൽ അവിടെ കുതിരക്കച്ചവടം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കുതിരക്കച്ചവടത്തിൻ്റെ കാര്യത്തിലും BJPക്കാണ് മുൻതൂക്കം. സത്യം പറഞ്ഞാൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നിശബ്ദരായി NDAയിൽ തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിട്ട് 3 ആഴ്ചയായിട്ടില്ല. എന്നാൽ BJP പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് മോഡിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലെയും പരാജയത്തിന്റെ കാരണം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഖിലേഷ് യാദവ് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. എന്നാൽ BJPയോ? അവർ തിരഞ്ഞെടുപ്പ് പരിപാടികൾ ആരംഭിച്ചു. ഇത് പറയാൻ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ കർഷകരെ അഭിസംബോധന ചെയ്തത് തിരഞ്ഞെടുപ്പ് മനസ്സിൽ വച്ചാണെന്നുള്ളത് വ്യക്തമാണ്. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കർഷകർക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴികളെന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. അടുത്ത ദിവസം തന്നെ ബീഹാറിൽ പുതുതായി നിർമ്മിച്ച നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനത്തിനെന്ന വ്യാജേന അദ്ദേഹം തന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP തയ്യാറാണെന്നാണ് ഇതിനർത്ഥം. അതായത് രാജ്യത്ത് ഈ അടുത്ത് ഒരു തിരഞ്ഞെടുപ്പ് നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് വ്യക്തം. അതേസമയം കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MPമാർ പൊതുജനങ്ങളിലേക്ക് ഇതുവരെ എത്തിത്തുടങ്ങിയിട്ടില്ല. UPയിലെ ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ താൽപ്പര്യമില്ലാത്തതിനാൽ ആണ് റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് എന്ന് മാധ്യമപ്രവർത്തകൻ വിനോദ് ശർമ്മ ആരോപിച്ചിരുന്നു. പ്രിയങ്ക റായ്ബറേലിയിൽ നിന്ന് പോരാടിയിരുന്നെങ്കിലും വിജയസാധ്യതയുണ്ടാകുമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ BJP ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ സഖ്യം എങ്ങനെയെങ്കിലും ഭൂരിപക്ഷം തികയ്ക്കാനുള്ള മാന്ത്രിക സംഖ്യ നേടിയാലും NDA സർക്കാർ അധികാരം കൈമാറില്ലെന്ന് വ്യക്തം. അട്ടിമറിയില്ലാതെ ഒരിക്കലും അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഭൂരിപക്ഷം തികച്ചാൽ അതിൻ്റെ പേരിൽ സർക്കാർ ലോക്സഭ പിരിച്ചുവിട്ട് ഇടക്കാല തിരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് BJP സർക്കാർ ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നുണ്ട് എന്ന്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യം വരുമ്പോൾ BJP തിരഞ്ഞെടുപ്പിന് സന്നദ്ധരാകും. അതുപോലെ തങ്ങൾക്ക് വോട്ട് ചെയ്തവരുടെ താൽപ്പര്യം നോക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ TDPയും JDUവും ചിലപ്പോൾ മുന്നണി വിട്ടേക്കും. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ മുന്നണി വിടണം എങ്കിൽ അത്രത്തോളം ഗൗരവമേറിയ ചില വിഷയങ്ങൾ ഉണ്ടാകണം. ജാതി സെൻസസ് നടത്താൻ സാധ്യമല്ലെന്ന് BJP പറഞ്ഞാലോ ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി നൽകാതിരുന്നാലോ JDU മുന്നണി വിട്ടേക്കാം. CAA അല്ലെങ്കിൽ UCC പോലുള്ള വിഷയങ്ങളിൽ TDPയും JDUവും ഒന്നിച്ചേക്കാം. എന്നാൽ 2 വർഷത്തേക്ക് ഇതൊന്നും നടക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചനകൾ. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും അടുത്ത ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മാനസികാവസ്ഥയിൽ ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യം.